ഹലോ സ്റ്റുഡൻസ്, ഒരു ബ്രേക്ക് വന്നു ക്ലാസ് റെക്കോർഡ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക്. അപ്പോൾ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ നമ്മുടെ ചെയിൻ ട്രാൻസ്ഫർ കോൺസ്റ്റൻറ്റ് CTR നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് റേഷ്യോ ഓഫ് KTR ടു KP ആണെന്ന് പറഞ്ഞിരുന്നു. സോ കുറച്ച് ട്രെയിൻ ട്രാൻസ്ഫർ കോൺസ്റ്റൻറ്റിൻ്റെ കുറച്ച് വാല്യൂസ് ഫോർ ഡിഫറെൻറ്റ് സോൾവെൻറ്റ്സ് യൂസ് ചെയ്യുമ്പോൾ ഫോർ ദ പോളിമറൈസേഷൻ ഓഫ് സ്റ്റൈറീൻ മോണോമർ അറ്റ് 60 degree കാൽക്കുലേറ്റ് ചെയ്താണ് ഈ കൊടുത്തിരിക്കുന്നത്. സോ ഫോർ ഡിഫറെൻറ്റ് സോൾവെൻറ്റ്സ് benzene it is found to be 0.029 and normal heptane it is 0.42 and several values are given. And നെക്സ്റ്റ് ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ആണ്. അതിൽ നമുക്ക് the extent to which molecular weight or degree of polymerization decreases by different chain transfer agents. എങ്ങനെയാണ് നമുക്ക് മോളിക്കുലാർ വെയ്റ്റ് അല്ലെങ്കിൽ ഡിഗ്രി ഓഫ് പോളിമറൈസേഷൻ ഇഫക്റ്റ്, ഡിഗ്രി ഓഫ് പോളിമറൈസേഷൻ എങ്ങനെ എഫക്റ്റ് ആകുന്നു വിത്ത് ഡിഫറെൻറ്റ് ചെയിൻ ട്രാൻസ്ഫർ ഏജൻറ്റ്സ്, അതെങ്ങനെ നമുക്ക് എക്സാമിൻ ചെയ്യാമെന്ന് ചോദിച്ചാൽ by measuring the degree of polymerization or molecular weight as a function of the concentration of chain transfer agent. അപ്പോൾ അങ്ങനെ നമ്മൾ മറ്റ് മോണോമേഴ്സോ പോളിമേഴ്സോ ഒന്നും തന്നെ നമ്മൾ ആഡ് ചെയ്യുന്ന ചെയിൻ ട്രാൻസ്ഫർ ഏജൻ്റ് ഒഴികെ വേറെ മറ്റുള്ള സ്പീഷീസുകളൊന്നും തന്നെ നമ്മുടെ ഈ പ്രോസസ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നില്ല എന്നിരിക്കെ the chain transfer is due to the chain transfer agent only, that is no transfer from the initiator monomer or the polymer. There is an equation called a Mayo equation which holds this relation as 1 by dp, that is degree of polymerization, is equal to 1 by dp0 at initial concentration 0 degree of polymerization plus CTR, the constant, into transfer agent ratio of concentration ratio between transfer agent and the monomer. To determine the degree of polymerization for a particular monomer in the presence of varying concentration of the chain transfer agent, a plot can be drawn between 1 by dp y is equal to mx plus c formula. It can be plotted with the y is equal to 1 by dp then and transfer agent, ratio of transfer agent to the monomer concentration ratio that can be constructed. y is equal to mx plus c ഫോർമുല ആണ് നമ്മളത് പ്ലോട്ട് ചെയ്യുന്നത്. സോ ലീനിയർ ഇക്വേഷൻ, linearity in the behavior can be seen through the Mayo equation. The slope of the straight line gives the chain transfer constant. നമ്മൾ x ആയിട്ട് എടുക്കുന്നത് transfer agent to the monomer ratio concentration ratio ആണ് x ആയിട്ട് പ്ലോട്ട് ചെയ്യുന്നത്. സോ നമുക്ക് m എന്ന് പറയുന്നത് സ്ലോപ്പ് എന്ന് പറയുന്നത് that is the chain transfer constant. സോ ഫ്രം ദ വാല്യൂസ് നമുക്ക് കാണാൻ പറ്റുന്നത് ബ്യൂട്ടൈൽ മെർക്കാപ്റ്റനാണ് ബെസ്റ്റ് സോൾവെൻറ്റ്. ബെൻസീൻ എന്ന് പറയുന്നത് is not effective as a chain transfer agent, whereas butyl mercaptan is highly effective. അതായത് നമുക്ക് ആ ഗ്രാഫിൽ ചെയിൻ ട്രാൻസ്ഫർ ഏജൻറ്റ് ടു സ്റ്റൈറീൻ റേഷ്യോയിൽ ചെയിൻ ട്രാൻസ്ഫർ ഏജൻറ്റ് വളരെ കുറവായിരിക്കുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ സ്ട്രെയിറ്റ് ലൈൻ, വളരെ സ്റ്റീപ്പായിട്ടുള്ള സ്ട്രെയിറ്റ് ലൈൻ നമുക്ക് അവിടെ കാണാൻ പറ്റും. So this graph is for polymerization of styrene. This is about chain transfer process. Next നമുക്ക് ഫ്രീ റാഡിക്കൽ അഡീഷൻ കൈനറ്റിക്സ് ആണ്. ഫ്രീ റാഡിക്കൽ അഡീഷൻ്റെ കൈനറ്റിക്സ് പറയുന്നുണ്ട്. വളരെ സിമ്പിളായിട്ട് നമുക്കത് ഫോളോ ചെയ്ത് പോകാൻ പറ്റുന്നതാണ്. ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇനിഷ്യേറ്റർ രണ്ട് ഇതായിട്ട് ഡീകമ്പോസ് ചെയ്ത് ഫ്രീ റാഡിക്കൽസ് ഫോം ചെയ്യുന്നതാണ് ഇനിഷ്യേറ്റർ മോളിക്യൂള്. അപ്പോൾ അതിൻ്റെ റേറ്റ്, അതിൻ്റെ കോൺസ്റ്റൻറ്റ് അങ്ങനെ ഫോളോ ചെയ്ത് പോകുന്നുണ്ട്. നമുക്ക് എൻസൈം കറ്റാലിസിസിൻ്റെയൊക്കെ മെക്കാനിസം പറഞ്ഞു പോകുന്ന പോലെ തന്നെ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് വായിച്ചു പോകാം. പ്രൊപ്പഗേഷൻ സ്റ്റെപ്സിൽ ആഡ് ഓൺ ചെയ്ത് പോകുന്നതാണ്. ദെൻ ഫൈനലി അത് ടെർമിനേറ്റ് ചെയ്യുന്നതാണ്.
സോ സിമ്പിൾ സ്റ്റെപ്സാണ്. നിങ്ങൾ വേറെ ഏതെങ്കിലും നോട്ട് ഓൾറെഡി നിങ്ങൾ അതിൻ്റെ കൈനറ്റിക്സ് സ്റ്റഡി ചെയ്തിട്ടുണ്ടെങ്കിൽ ദാറ്റ്സ് ഇനഫ്. അതർവൈസ് നിങ്ങൾക്കിത് ഫോളോ ചെയ്യാം. അതുപോലെ തന്നെയാണ് കാറ്റോണിക് പോളിമറൈസേഷൻ്റെ മെക്കാനിസം വളരെ സിമ്പിളായിട്ട് കൈനറ്റിക്സ് പറയുന്നുണ്ട്. ഓൾറെഡി നമ്മൾ എഴുതി പോകുന്ന ചെറിയ ചെറിയ സ്റ്റെപ്സുകളേ ഉള്ളൂ. അതിൽ വലിയ ഡിസ്കഷൻ്റെ ആവശ്യം വരുന്നില്ല. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിച്ചാൽ നമുക്കത് പിന്നീട് ക്ലിയർ ചെയ്യാം. അതർവൈസ് യു ക്യാൻ ജസ്റ്റ് ഗോ ത്രൂ ദിസ് വൺ. Then next is different type of polymerization techniques ആണ്. That is for addition polymerization techniques ആണ് ഇതെല്ലാം. Bulk polymerization. ഇപ്പോൾ polymerization is reaction carried out within the monomer itself. The reaction is catalyzed by additives like initiator, transfer agents, etc. or under the influence of heat or light. And this ഒരു സാധാ ടൈപ്പ് പോളിമറൈസേഷൻ ആണ്, ബൾക്ക് പോളിമറൈസേഷൻ. അതിൻ്റെ കുറച്ച് പെക്യുലാരിറ്റീസ് പറയുന്നുണ്ട്. അതുപോലെ തന്നെ സോൾവെൻറ്റ് പോളിമറൈസേഷൻ. വെൻ ബോത്ത് ദ മോണോമർ ആൻഡ് ദ പോളിമർ പ്രൊഡ്യൂസ്ഡ് ആർ soluble in a suitable solvent, the polymerization reaction is carried out with the monomer in solution. That is termed as solution polymerization. And there is some അതിൻ്റെയും കുറേ സ്പെസിഫിക്കേഷൻസും കാര്യങ്ങളൊക്കെയാണ് ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് വായിക്കാവുന്നതാണ്. ദെൻ നെക്സ്റ്റ് രണ്ട് ടൈപ്പ് കൂടെ ഉണ്ട്. precipitation polymerization, then suspension polymerization and emulsion polymerization. സോ ഇത് അതിൻ്റെ ഒരു കമ്പാരിസൺ ടേബിളാണ്, കമ്പാരിസൺ ഓഫ് വേരിയസ് പോളിമറൈസേഷൻ ടെക്നിക്സ്. നെക്സ്റ്റ് നമുക്ക് സ്റ്റെപ്പ് ഗ്രൂപ്പ് പോളിമറൈസേഷൻ അല്ലെങ്കിൽ പോളി കണ്ടൻസേഷൻ. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ ബൈഫങ്ഷണൽ മോളിക്യൂൾസ് അണ്ടർഗോ കണ്ടൻസേഷൻ റിയാക്ഷൻ ആൻഡ് ദെൻ പ്രൊസീഡ്സ് ഫോമിങ് polymers. പ്രൊസീഡ്സ് ആൻഡ് ഫോം polymers. ദെൻ അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഫങ്ഷണൽ ഗ്രൂപ്പ്സിൻ്റെ കണ്ടൻസേഷൻ ആണെന്ന് പറയുന്നുണ്ട്. സോ there is some elimination reactions. So elimination of some molecules are there during the formation of polymer. So അത് അതിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് വാട്ടർ മോളിക്യൂൾസ്, ആൽക്കഹോൾ, ഹൈഡ്രജൻ ക്ലോറൈഡ്, ഇങ്ങനെയൊക്കെ കുറച്ച് മോളിക്യൂൾസിൻ്റെ എലിമിനേഷന് അമോണിയൊക്കെ അവിടെ എലിമിനേറ്റ് ചെയ്യാറുണ്ട് ഡ്യൂറിങ് കണ്ടൻസേഷൻ. ഇവിടെ ഒരു ചെറിയ സിമ്പിൾ മെക്കാനിസം കൊടുത്തിട്ടുണ്ട്. അത് നൈലോണിൻ്റെ ഫോർമേഷനും ദെൻ എന്താണ് പോളിയെസ്റ്റർ ഫോം ചെയ്യുന്നതുമാണ്. ആസിഡും ആൽക്കഹോളും കൂടെ പിന്നെ കണ്ടൻസ് ചെയ്തിട്ട് പോളിയെസ്റ്റർ ഫോം ചെയ്യുന്നതിൻ്റെ ഒരു മെക്കാനിസം ഉണ്ട്. സിമ്പിൾ മെത്തേഡ്സാണ്, സിമ്പിൾ മെക്കാനിസംസ് ആണ്. അതുപോലെ ഇതിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഫേസ് ടെക്നിക്സ് ഞാൻ പറഞ്ഞു. നേരത്തെ നമ്മൾ പറഞ്ഞ മെത്തേഡ്സിൽ നിന്ന് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള മെൽറ്റ്, ദെൻ സൊല്യൂഷൻ ആൻഡ് ഇൻ്റർഫേഷ്യൽ ടെക്നിക്സ് ആർ യൂസ്ഡ് ഹിയർ ഫോർ ദ പോളിമറൈസേഷൻ. ദെൻ റിംഗ് വേഴ്സസ് ചെയിൻ ഫോർമേഷൻ. അപ്പോൾ ഇവിടെ എന്താണ് ഈ റിംഗ് ടൈപ്പ് വേഴ്സസ് ചെയിൻ നമുക്കറിയാം. ദെൻ ഹൗ ദാറ്റ് റിംഗ് ഫോംസ്. ഇപ്പോൾ പോളിമർ ഫോർമേഷൻ നടക്കുമ്പോൾ ചില ബൈഫങ്ഷണൽ മോണോമേഴ്സ് മേ റിയാക്ട് ഇൻട്രാമോളിക്കുലാർലി to produce a cyclic product. Thus, hydroxy acids may give either lactones or polymers on heating. അപ്പോൾ അങ്ങനെ ഹൈഡ്രോക്സി ആസിഡ്സ് ചില സമയങ്ങളിൽ ലാക്ടോൺസിനെ തരാറുണ്ട്, അല്ലെങ്കിൽ പോളിമേഴ്സ്. അപ്പോൾ അങ്ങനെ ഒരു സൈക്ലിക് പ്രോഡക്റ്റ് ഇടയ്ക്ക് ഫോം ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. amino acids may give lactams or linear polyamides and so on. അപ്പോൾ ഈ തരത്തിലൊരു റിംഗ് ഫോം ചെയ്യുന്നതിൻ്റെ ഗവേൺ ചെയ്യുന്ന മെയിനായിട്ടുള്ള ഫാക്ടർ എന്ന് പറയുന്നത് ദാറ്റ് ദ ടൈപ്പ് ഓഫ് പ്രോഡക്റ്റ് ഈസ് ദ
the main factor governing this type of product is the size of the ring. Size of the ring that can be formed. If the ring contains less than 5 atoms or more than 7, the product is usually a linear polymer. Or if a ring of 5 atoms can form, it will do so to the exclusion of linear chains. If a 6 or 7 membered rings can form, either type of the product can result. So large rings can sometimes be formed under special conditions. ഇവിടെ നമ്മൾ ഫാക്ടർ ഈ പ്രോഡക്റ്റ് ഫോം ചെയ്യുന്നതിനുള്ളൊരു ചീഫ് ഫാക്ടറായിട്ട് പറഞ്ഞിരിക്കുന്നത് സൈസ് ഓഫ് ദ റിങ് ഫോം ചെയ്യുന്നതാണ്. ഇഫ് ദ റിങ് കണ്ടെയ്ൻസ് ലെസ് ദാൻ 5 ആറ്റംസ് ഓർ മോർ ദാൻ 7, the product is usually a linear polymer. If a ring of 5 atoms can form, it will do so to the exclusion of linear chains. 5 ആറ്റം വരെയാണെങ്കിൽ ഫോം ചെയ്യുന്നതെങ്കിൽ അത് ലീനിയർ ചെയിൻസിനെ എക്സ്ക്ലൂഡ് ചെയ്യും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. If 6 or 7 membered rings can form, either type of product can result. Large rings can sometimes be formed under special conditions. The lack of formation of rings with less than 5 atoms is explained by the strain imposed by the valence angles of the ring atoms. Then 5 membered rings are virtually strain free, and all larger rings can be strain free if non-planar forms are possible. As the ring size increases, the statistical probability of forming rings becomes smaller. Then the formation of 5 membered rings to the complete exclusion of linear polymer is not thoroughly understood. അപ്പോൾ ഇങ്ങനെ ഒരു സാധ്യതയാണ് അവർ പറഞ്ഞു പോയേക്കുന്നത്. 5 മെമ്പേർഡ് റിങ് ഫോം ചെയ്യുന്നുണ്ട്. അതിന് താഴേക്കുള്ളത് റിങ് അധികം ഫോം ചെയ്യുന്നില്ല. 5 മെമ്പേർഡിന് താഴേക്കുള്ള നമ്പർ 4ഉം 3ഉം ഒക്കെ വരുമ്പോൾ ദ ലാക്ക് ഓഫ് ഫോർമേഷൻ ഓഫ് റിങ്സ് വിത്ത് ലെസ് ദാൻ 5 ആറ്റംസ് ഈസ് എക്സ്പ്ലെയിൻഡ് ബൈ സ്ട്രെയിൻ ഇമ്പോസ്ഡ് ബൈ ദ വാലൻസ് ആംഗിൾസ് ഓഫ് ദ റിങ് ആറ്റംസ് ആണ്. റിങ് ആറ്റംസിൽ ആ ഒരു സ്ട്രെയിൻ കൂടുതൽ ചെറിയ റിങ് ഫോം ചെയ്യുമ്പോഴുള്ള ആംഗിൾ സ്ട്രെയിൻ കൊണ്ടാണ് അതിനുള്ള ടെൻഡൻസി കുറയുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 5 മെമ്പേർഡ് റിങ്സ് സ്ട്രെയിൻ ഫ്രീ ആണെന്ന് പറയുന്നുണ്ട്. സോ ആൾ അതർ ആംഗിൾസ് ക്യാൻ ബി സ്ട്രെയിൻ ഫ്രീ, ആൾ ലാർജർ ആംഗിൾസ്. അപ്പോൾ നമുക്ക് നോൺ പ്ലെയിനാർ, അതായത് പ്ലെയിനിലാണ് ഈ റിങ്സ് കിടക്കുന്നതെങ്കിൽ നേരത്തെ നമ്മൾ കൺഫർമേഷൻസിലൊക്കെ നിങ്ങൾ സ്ട്രെയിൻ തിയറിയൊക്കെ പഠിച്ചിട്ടുള്ളത് വെച്ചിട്ട് നമുക്കൊരു ഔട്ട് ഓഫ് പ്ലെയിൻ കൺഫർമേഷൻ അല്ലെങ്കിൽ ഔട്ട് ഓഫ് പ്ലെയിൻ അറേഞ്ച്മെൻറ്റ് വന്നാലേ അവിടെ സ്ട്രെയിൻ ഫ്രീ ആവുകയുള്ളൂ. അപ്പോൾ ഇഫ് നോൺ പ്ലെയിനാർ ഫോംസ് പോസിബിൾ ആണെങ്കിൽ മാത്രം ലാർജർ റിങ്സ് ഫോം ചെയ്യും. അതർവൈസ് ഒരു പ്ലെയിനിൽ നമുക്കിത് കൺസ്ട്രെയിൻ വരും. ഇങ്ങനെ മോളിക്യൂൾ നമ്പർ ഓഫ് ആറ്റംസ് അറേഞ്ച് ചെയ്ത് ഒരു പ്ലെയിനാർ ഫോമിൽ വരുമ്പോൾ ആംഗിൾ സ്ട്രെയിനും അതുപോലെയുള്ള മറ്റ് സ്റ്റെറിക് സ്ട്രെയിൻ അങ്ങനെയുള്ള പല സ്ട്രെയിൻസ് അവിടെ ആക്ട് ചെയ്യും. സോ ആസ് ദ റിംഗ് സൈസ് ഇൻക്രീസസ് സ്റ്റാറ്റിസ്റ്റിക്കൽ പ്രോബിലിറ്റി ഓഫ് ഫോമിങ് റിങ്സ്. അപ്പോൾ റിംഗ് സൈസ് വലുതാണ് ഉണ്ടാകാൻ സാധ്യതയെങ്കിൽ അതിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്കൽ പ്രോബിലിറ്റി കുറവാണ്.
ദ ഫോർമേഷൻ ഓഫ് 5-membered rings to the complete exclusion of linear polymer. അതാണ് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് അതിൻ്റെ മെക്കാനിസം മനസ്സിലാക്കിയിട്ടില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദ ഫോർമേഷൻ ഓഫ് ഹൈ പോളിമർ ഫ്രം സൈക്ലിക് മോണോമേഴ്സ് ഓഫ് ദ ടൈപ്പ്. നമ്മളിവിടെ ഡിസ്കസ് ചെയ്ത ആ ഒരു ടൈപ്പ് അത് കൈനറ്റിക്കലി ആനിയോൺ ചെയിൻ പോളിമറൈസേഷൻ ആണ്. അത് വേറെ ടെക്സ്റ്റിൻ്റെ വേറൊരു ഭാഗത്ത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. സോ അതിൻ്റെ ഒരു ഔട്ട്ലൈനാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഇനി ഇതിൽ നിങ്ങൾക്ക് കൂടുതൽ എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻസോ എക്സ്പ്ലനേഷൻസോ വേണമെങ്കിൽ പറഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ഒരു ലൈവ് ക്ലാസ്സായിട്ട് വല്ലതും എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, സോ ഇത് നോട്ട് വെച്ചിട്ട് വായിച്ച് പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.